चलो मरा അവിടെ ഓക്കെ മാർക്കറ്റിംഗ് മാനേജർ ചെയർമാൻ്റെ റൂമിലിരിക്കും. ഓക്കെ എന്താ കുടിക്കാം? അവിടെ ഫയല് റെഡിയാണ് അല്ലേ? ആ എവിടെ റിക്വസ്റ്റ് ഞാൻ പ്രപ്പോസൽ ഒന്നുകൂടെ ഫെയർ ആയിട്ട് കൊണ്ടുവന്നു. ഞാനതിലൊന്ന് സൈൻ ചെയ്തു. Richard, good morning. So, is there anybody coming to pick me from airport? Yeah, actually he was telling me like that. Otherwise also okay. Please inform me. I'll be reaching Delhi around 7:15. No problem. Just inform me because Ankit when he came to Trivandrum, he said he will make the arrangement. That's right. Okay. No problem. If you have not arranged, I will come myself. No problem. Okay. Last year, when I joined, my turnover was around 105 crores. But after 1 year, that became 138. Profit 30 times. Yes. Actually, Chennai, we had a hotel. That was not open fully. Okay. Inaugurated around 8 lakhs salary monthly. Our staff and the total collection was nearly 1 lakh a month. Only 1 lakh. 1 lakh. That's why I commercial launch within 1 month. Join 1 month and three problems are sort out.
Now it is making a profit of around 1 crore in a year. ശരിക്കും നല്ലൊരാൾ മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ പ്രയോറിറ്റി വേറെ എന്തൊക്കെയായിരുന്നു പഴയ ആൾക്കാർ. ആ ശരി ശരി. അപ്പോൾ ഫസ്റ്റ് വർക്ക് കിട്ടണം അല്ലേ? ബാബാ രാജ്ഭവനോടെ അവിടെ ചെയർമാൻ റൂമിലുണ്ട്, ഒന്ന് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ എനിക്ക് ഇറങ്ങണം 12 മണിക്ക്. സുപ്രീം കോടതിയിൽ ഒരു കേസിന്റെ അത് റെഡി ആയിട്ടില്ല. സാറിന് എന്നാ മടങ്ങി വരിക? ഞാൻ 26th ഈവനിങ്ങിൽ എറണാകുളത്തുണ്ട്. മതി. മൾഗാട്ടിൽ 27th രാവിലെ. നമുക്ക് 5th ഫയൽ ചെയ്യുന്നത്. അപ്പൊ സുപ്രീം കോടതി ഫയൽ ചെയ്യുമ്പോൾ 5 ദിവസം മുമ്പ് അവിടെ എത്തിക്കണം. ലാസ്റ്റ് പേജ് ഡിപ്പോണന്റ്. അധികം ഉണ്ടല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിന്റെ ഫംഗ്ഷൻ ഉണ്ട്. അതാ ഞാൻ വരാൻ താമസിച്ചു വരുന്നത്. കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ്. ഒരു കോപ്പി. എന്തായിരുന്നു ഫംഗ്ഷൻ? അദ്ദേഹത്തിന്റെ മകന്റെ എൻഗേജ്മെന്റ്. അന്ന് സാർ ചേട്ടന്റെ മുറി ഇരുന്ന് പോകുന്നില്ലേ, അന്ന് ബുക്ക് ചെയ്യാൻ വന്നത്. സുപ്രീം കോടതിയിലുള്ളത് 26th എറണാകുളത്ത് എത്തിക്കുന്ന രീതിയിൽ സാറിന് അവിടെ എവിടെയുണ്ടെന്ന് അവിടെ എത്തിക്കാം. ഏത് സമയത്തായിരിക്കും സാർ എത്തുക? വാഴകിന്റെ മകളുടെ കല്യാണം അങ്ങോട്ട് ഫിക്സ് ചെയ്തല്ലേ? ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ട് വരികയാണ്. ഇന്നത്തെ ഫംഗ്ഷൻ കണ്ട് അന്തം വിട്ടുപോയി. ജോസഫ് വാഴകിന്റെ മകളുടെ കല്യാണം മസ്കറ്റിൽ വെച്ച് നമ്മൾ താഴെയും സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ നല്ല ഭയങ്കര കൂളിംഗ് ആയിരുന്നു. അത് കാരണം എനിക്ക് സാറിന്റെ വരാൻ പറ്റുന്നത്. സാർ 26th എപ്പോഴാണ് എറണാകുളം? 26th ഈവനിങ്ങിൽ ഞാൻ എത്തും. 27th മോർണിംഗ് ഞാൻ 10 o'clock പോകുന്നുണ്ട്. കോൾക്കാറ്റിൽ പോകുന്നു. ഞാൻ വാങ്ങിച്ചോളാം. ഞാനതുപോലെ ഒരു കൊഫേഴ്സ് കേസ് ശ്രീകുമാർ സാറ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ ജാമ്യം അത് ശ്രീകുമാർ സാറിനെ വിളിക്കുമ്പോൾ ജസ്റ്റ് എന്തായിരുന്നു ചോദിച്ചു. അതിനു വേണ്ടി വിളിക്കണ്ട, എന്തിനെങ്കിലും വിളിക്കാൻ പറ്റും കൂടി ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ ഒരു പ്രപ്പോസല് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നല്ലോ. ഞാൻ വിചാരിച്ചത് page and invitation payment of Gujarati Group for promotion 2 ലക്ഷം cost paid advertisement 2 lakh total അവിടെ ഞാൻ പറഞ്ഞ എമൗണ്ട് ഭയങ്കര കൂടുതലായി പോയി. ഗുജറാത്തി ആൻഡ് പേജ് അഡ്മിൻ ഫോർ പ്രൊമോഷൻ 2 ലക്ഷം. അപ്പോൾ 2,05,000. കോസ്റ്റ് ഫോർ പെയ്ഡ് ലൈക്സ് 224. അഡ്വർടൈസ്മെന്റ് 6. കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് പോസ്റ്റ് ആൻഡ് ഷെയറിംഗ് 6. അപ്പോൾ 2, 4, 6, 8. 8,05,000 രൂപ അല്ലേ? ഫോട്ടോഗ്രാഫർ 1 ലക്ഷം രൂപ. യൂണിറ്റ് 10,000 അല്ല 10,000. ഹലോ 8,15,000. പാലക്കാടല്ല, ഞാൻ ഡൽഹിയിൽ ഇത്രയുമാണ് ശരിക്കും നമ്മൾ നന്നായി ഇത് ചെയ്യുവാണെങ്കിൽ. അത് കഴിഞ്ഞ് ഞാൻ അഹമ്മദാബാദ് പോയി നമ്മുടെ ഹോളൊക്കെ കണ്ട് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോയിട്ടുള്ളൂ. പാലക്കാട് എനിക്ക് 30-ാം തീയതിയാണ് അവിടെ കോർട്ടിൽ പോകേണ്ടത്. അപ്പൊ 1-ാം തീയതി രാവിലെ അവിടെ ഉണ്ടാവും. അപ്പൊ നെഗോഷിയേഷൻ എങ്ങനെയാ? പിന്നെ സർ 5 lakhs പറഞ്ഞിട്ടുണ്ട്.
അത് നമുക്ക് വലിയ നമ്മുടെ രണ്ടും കൂടിയാ, ഡൽഹിയും കൂടിയാണ്. ഡൽഹി ആൻഡ് ഡൽഹി. ആക്ച്വലി ബാക്കിയെല്ലാം അതായത് ഫുഡ് ഇവന്റ്സ് എവിടെയൊക്കെ നടക്കുന്നുണ്ട് അതാണ് ആനുവലി ചെയ്യാം. അല്ല ഞങ്ങൾക്ക് ഡൽഹി ഈസ് ഗോയിങ് ടു ബി ഫോർ 1 year. ഓക്കെ. അല്ല നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് കുറച്ച് കൂടുന്നുള്ളൂ, ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമും സെയിം അല്ലേ. 5 എന്നുള്ളതും ദറ്റ് ഈസ് ഓൺ എ ഹയർ സൈഡ്. ഗുജറാത്തി ഗ്രൂപ്പ് അഡ്മിൻ ആൻഡ് പേജ് അഡ്മിൻ ഫോർ പ്രൊമോഷൻ അല്ലേ. പിന്നെ അവരുമായിട്ട് നെഗോഷിയേറ്റ്, കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന റേറ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് എത്ര നെഗോഷിയേറ്റ് ചെയ്താലും ഓക്കെ വിൽ ഗോ ഫോർ എന്നാ 4 എങ്കിലും 4. നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇനി ഫീഡ്ബാക്ക് മോശമായ വി വിൽ ലോവർ ഇറ്റ് അഗൈൻ. നന്നായി ഞങ്ങൾ ഈ പറഞ്ഞ 5 4 എന്ന് പറഞ്ഞ ടെൻറ്റേറ്റീവ് ആയിട്ട് വെക്കുക. മോശമായി പോയാൽ ഞങ്ങൾ അതുപോലെ കുറക്കും. റെസ്പോൺസ് നന്നായിട്ട് നമുക്ക് അവിടെ നിങ്ങളുടെ പെർഫോമൻസ് ഫീൽ ചെയ്താല് അപ്പൊ എല്ലാം കൂടി എത്ര ലക്ഷം രൂപ? അതെ എല്ലാം കൂടി 4. അതിലെന്തൊക്കെ കമ്പണന്റ് വരും ഒന്നുകൂടെ എഴുതി 4 എഴുതിയേക്കാം. ഒന്നുകൂടെ ചെയ്തൊന്ന് ക്ലാരിറ്റി കൊണ്ടുവരണേ. അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം based on our discussions and negotiations we have come to a conclusion that amount is so much of 4 lakhs എന്ന് പറഞ്ഞിട്ട് പിന്നെ പെർഫോമൻസ് റിലേറ്റഡ് എന്നും കൂടി പറയാം. ഞങ്ങളുടെ ബില്ല് പെർഫോമൻസ് റിലേറ്റഡ്. അപ്പൊ മോശമായാല് ഞങ്ങൾ കുറക്കും, നന്നായി പെർഫോമൻസ് ചെയ്താൽ ഞങ്ങൾ കൂട്ടുകയും ചെയ്യും. മനസ്സിലായി? ഈ അഡ്വാൻസ് ഞാൻ ആലോചിക്കും. other options on cost basis. Other option separate bills will be charged for any other options. Okay fine. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അതായത് മുംബൈയുടെ ഫോട്ടോസും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ഒന്ന് ഹെൽപ്പ്, ആ ഫോട്ടോസും കാര്യങ്ങളും തരും. അത് എന്റെ മെയിലിൽ വന്നിട്ടില്ല. അല്ല അത് രണ്ടും അല്ലാതെ ഫോട്ടോസ് ഇല്ലേ ഫുഡിന്റെ, ജസ്റ്റ് ആ ഒരു ഫോട്ടോസ്. പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു അഡ്വാൻസ് പേയ്മെന്റ്. അത് ഞാൻ ഓക്കെ അക്കൗണ്ട്സ് ഓഫീസർക്ക് കൊടുത്താൽ മതി. and you have to pass on your account number, IFSC കമ്പനിയുടെ തൊട്ടപ്പുറത്ത്. എനിക്കൊന്നും നമ്മൾ ഒപ്പിടാതെ അത് തരില്ല. എം ഡി ഒപ്പിട്ടാലും ഈ ചാനൽ എന്ന് പറയുന്ന സാധനം അന്നൊരു ഫയൽ ഉണ്ടാക്കിക്കോ. അല്ലേ, അത് പോയി കഴിഞ്ഞാൽ ആയിക്കോളൂ, അവിടെ വരുമല്ലോ. ഏതായാലും ഫസ്റ്റ് വർക്കല്ലേ, വളരെ എന്റെ കൈ വളരെ നല്ലതാണ്. ഞാൻ ഏത് മരം വെച്ചിട്ട് ഒരു മരം പോലും കേടുന്നില്ല. ഏത് ഇത് നേരെ തിരിച്ചൊരു ക്യാരക്ടർ ഉണ്ട്, അതും കൂടി പറഞ്ഞുതരാം. യേശുദാസ് എന്ത് ഇനാഗ്രേറ്റ് ചെയ്തോ അത് വിത്തിൻ 1 week ക്ലോസ് ആവും. പിന്നെ മൂപ്പരെ വീട്ടില് 2 ദിവസം അടുപ്പിച്ച് ഭക്ഷണം കൊടുത്താല് ആ കുടുംബം കലങ്ങിപ്പോ. ഈവൻ അമേരിക്കയിൽ മൂപ്പര് കൊണ്ടുപോയ സ്പോൺസർ ഉണ്ട്, അന്ന് അയാള് തെണ്ടി അവിടെ പിച്ചപ്പാളിലെടുത്ത് നടക്ക്. അങ്ങനെ ആൾക്കാർ പേടിയാവാൻ തുടങ്ങി. ഫംഗ്ഷന് വിളിക്കുന്നില്ല. പേഴ്സണലി ഇയാളും പൊളിഞ്ഞല്ലോ, യേശുദാസും പൊളിഞ്ഞ. പിന്നെ അന്ന് മൊണോപ്പൊളി ആയിരുന്നില്ലേ, ഇന്നിപ്പോ ആർക്കും ഇല്ല, വേണ്ടല്ലോ. ഈ പിന്നെ സെയിം സ്റ്റൈലും ഒക്കെ സെയിം സ്റ്റൈലിൽ പോണ്ടേ. മക്കളൊന്നും ക്ലച്ച് പിടിച്ചില്ല, ഒരുത്തനെ അത്യാവശ്യം പാടുന്നു. പിന്നെ ഇപ്പൊ പാട്ടിലൊന്നും വലിയ എമൗണ്ട് ഇല്ലേ. എനിക്ക് ഇഷ്ടം പോലെ ഗായകരാണ്. ആ ഒരു ട്രെൻഡ് മാറി തുടങ്ങിയല്ലോ, ആ പുള്ളിയുടെ ആ ക്ലാസിക്കൽ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ 2 വയസ്സുള്ള പിള്ളേരൊക്കെ മറ്റേ ഒരു ദേശീയ പുരസ്കാരം പെൺകുട്ടി വാക്കില്ലേ, സാറിനോട് പറയും ഫസ്റ്റ് വർക്ക് കിട്ടിയത്. പിന്നെ അപ്പൊ ഇത് അക്കൗണ്ട്സിൽ കൊടുത്തിട്ട് മറ്റേ അക്കൗണ്ട് നമ്പർ. ഓക്കെ ശരി ശരി.
എന്നിട്ട് ഇന്നിപ്പോ ഇവിടെ ഉണ്ടോ സ്റ്റേ? ഞാനിവിടെ YWCയിലുണ്ട്. പിന്നെ മാർക്കറ്റിംഗിൽ വന്ന് വാങ്ങിച്ചോണ്ടാ മതി. അവർ എഴുതി തരും. ശരി ശരി, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഇത് MD സാർ തരാൻ പറഞ്ഞിരുന്നു ഇവിടെ. എന്നെയോ? ഓക്കെ, ഇപ്പോൾ വരാം സർ. ഇത് ചെക്ക് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. കാരണം ഇത് കുറച്ച് അഡ്വാൻസ് പേയ്മെന്റ് മറ്റവർക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പുകാർക്കൊക്കെ കൊടുക്കാനുണ്ട്. ദാറ്റ് ഈസ് ഇഷ്യൂ. അതാണ് ഞാൻ എല്ലാ വർക്കിലും ഇതുപോലെ ഒരു അഡ്വാൻസ് കിട്ടാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സാറിന്റെ നമ്പറോ കാർഡോ? ഞാൻ എന്റെ സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്താലേ ഈ പേയ്മെന്റ് ഒക്കെ പെട്ടെന്ന് കിട്ടാനും ഫോട്ടോഗ്രാഫ്സുകൾ അവർ പടപെടാന്ന് എടുത്തു തരും. ഞാൻ താഴെ അത് പേയ്മെന്റ് ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ഇല്ല, വെയിറ്റ് ചെയ്യുന്നു. ഇല്ല. ഓക്കെ, താങ്ക് യു. അത് താമസിപ്പിക്കേണ്ട എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാറുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ഇനി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. സാർ തന്നെ സംസാരിക്കും. ഇത് ഞങ്ങൾ PR ഏജൻസിയാണ്. PR ആണ്, പബ്ലിക് റിലേഷൻ. അപ്പോൾ ഇവിടെ നല്ല ഒത്തിരി ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും പത്രം ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇല്ലാതാവും. ഇനി എല്ലാം ഈ നെറ്റിലൂടെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റുമായിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നത്. സാർ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറയാം. ചെക്ക് തന്നാൽ മതി. ശരി. ഇംപെക്സ് ഇന്റർനാഷണൽ സൊല്യൂഷൻ എന്നാണ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇംപെക്സ് ഇന്റർനാഷണൽ സൊല്യൂഷൻ. ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്താൽ മതിയോ സാർ? ഓക്കെ, താങ്ക് യു. വെയിറ്റ് ചെയ്യാം. ശരി.
ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ ആ ശരിയായിരുന്നു. വിളിക്കും. സാറിന്റെ കാർഡ് എന്തെങ്കിലും ഉണ്ടോ? സാറും പോവാണ് ഇവിടേക്ക്? ഇല്ല, ഞാൻ പാലക്കാട് പോവാണ്. ഓ ശരി ശരി. താങ്ക് യു സാർ. നമ്മുടെ പിന്നെ അഹമ്മദാബാദും പിന്നെ ഡൽഹിയും ഫേസ്ബുക്ക് പ്രൊമോഷൻ നടത്തുന്നത് ഞാൻ പോയി. ഏഞ്ചൽ കാർഡ് കൊടുക്കാം. ഏഞ്ചലിന് ഫേസ്ബുക്ക് പ്രൊമോഷൻ മാത്രം അഡ്വാൻസ് അക്കൗണ്ട്സ് ഓഫീസറെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടല്ലോ, ബോംബെയിൽ നടന്ന ഫോട്ടോസ് അന്ന് ഏഞ്ചലിന് അയച്ചു കൊടുക്കണേ. എൻ്റെ മെയിൽ ഐ ഡി എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഏഞ്ചൽ ഇംപാക്ട് ഞാനന്ന് അയച്ചു തന്നായിരുന്നല്ലോ. പക്ഷെ അതെനിക്ക് കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ല? ഇല്ല, കുഴപ്പമില്ല. എനിക്ക് ആ ഫോട്ടോസ് ഇത് ചിലപ്പോൾ അത് കിട്ടിയ അല്ലാതെ പിന്നെ പ്രിന്റ് ഔട്ട് എനിക്ക് കിട്ടിയായിരുന്നു. ഒരു മെയിൽ ഐ ഡിയും കൂടെ തരാം. ഇത് ഇനിയും പിന്നെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാൻ ഒരു മെയിൽ ഐ ഡിയും കൂടെ എഴുതി തരാം. അതിൽ വെച്ചാൽ അതിപ്പോ 100 രൂപയല്ലേ കുട്ടിയുള്ളൂ. ഏഞ്ചൽ ഇംപാക്ട് കൺസൾട്ടൻസി 150 രൂപ. 2800 ഒക്കെ പറഞ്ഞാണ്. ഞാനാണ് അത് പിടിച്ച 150. ഞാൻ ഒന്നുകൂടെ നോക്കാം. ഞാൻ നോക്കിയിരുന്നു. ഫീഡ്ബാക്കിന്നാണ് ഞാൻ അയച്ചത്. feedback@ktdc.com. ഫീഡ്ബാക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്കാം. ഇതിലേക്ക് അല്ലെങ്കിൽ ഞാനിപ്പോ 150 രൂപ കൂട്ടിയില്ലെങ്കിൽ എം ഡി 500 രൂപ കൂട്ടും. അതായത് ഫുഡിന്റെ അപ്പൊ അത് 150 കൂട്ടുന്നതല്ലേ നല്ലത്. അതേപോലെയാണ് നമ്മൾ 150 ഇത് കൊണ്ട് നിർത്തിയത്. എന്തൊക്കെ സംസാരിച്ചിട്ട് ഫുഡിന്റെ ഒക്കെ ഫോട്ടോ കാണുമല്ലോ. എന്തായാലും ഫുഡ് ഇവന്റ് ആയിരുന്നു. അല്ല, നമ്മളെ മറ്റത് കൂട്ടിയില്ലല്ലോ. ടാരിഫ് കൂട്ടിയില്ലല്ലോ. എല്ലാം ടാരിഫ് കൂട്ടിയില്ലല്ലോ. ഇതിനകത്തേക്ക് ഈ മെയിൽ ഐഡിക്ക് അയച്ചാൽ നമ്പർ ഒരു കോൺടാക്ട് ചെയ്യാൻ. അല്ല, അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. എനിക്കൊന്ന് അയച്ചു തന്നാ മതി. 9499313224 ചേച്ചിയുടെ പേര്? എൻ്റെ പേര് റബി. RABI. എനിക്കറിയാം അതെനിക്കറിയാന്നുള്ളതല്ലേ. ഇനി ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തോണ്ടാ മതി. ഞാൻ വിളിച്ചു. പൈസ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. ചെക്ക് എൻ്റെ ഇത് കൂടെ വരും. ഓക്കെ, താങ്ക് യു. ഞാൻ വാങ്ങിക്കും. ഇപ്പൊ തന്നെ ചേച്ചി അയച്ചോളൂ. ഞാനത് ജസ്റ്റ് നോക്കി. മതി. ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.
സാർ വിളിച്ചിരുന്നോ എന്നെ? ഇല്ലല്ലോ. ഒരു മണിക്ക് പോയി കാണാം. ഇല്ല കണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ട്സിലെ സാർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് വിളിക്കാൻ.
നല്ല തിരക്കായിരിക്കും. ഞാനോ? അയ്യോ, ഞാൻ ഇച്ചിരി ഒന്ന് വണ്ണം വയ്ക്കാൻ നോക്കുക, വണ്ണം വയ്ക്കുന്നില്ല. എൻ്റെ മുഖം ഇങ്ങനെ ഭയങ്കര ഒട്ടിയിരിക്കുന്നതാണ്, എനിക്ക് ഇതാ ഇഷ്ടം. മുഖം ഭയങ്കര ഒട്ടിയിരിക്കും. അതിന് കഴിച്ച പെട്ടെന്ന് ദേവം കൂടെ വയ്ക്കും. ഇവിടെ ഫേഷ്യൽ ചെയ്യാനോ? ഫേഷ്യൽ ചെയ്താലും ഇത് വണ്ണം വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിച്ച് തന്നെ വണ്ണം വയ്ക്കണം. പിന്നെ ഇതിപ്പോഴേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ. ഞാൻ പോകാറുണ്ട്. ഇടയ്ക്ക് ചെയ്യും, എപ്പോഴൊന്നും ചെയ്യത്തില്ല, ഇടയ്ക്ക് ചെയ്യും. ഇനി കൂടുതൽ ഒത്തിരി പൊടി ഇതൊക്കെ അടിക്കുമ്പോഴേ പോകുള്ളൂ, അല്ലാത്തപ്പോൾ മടിയാ. ഇടയ്ക്ക് പോയി ത്രെഡ് ചെയ്യും, എപ്പോഴും ത്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അതിന് വേണ്ടി. ക്രീമൊന്നും ഇല്ല, എൻ്റെ ഭയങ്കര ഓയിലി സ്കിൻ ആയത് കാരണം ക്രീം ഇടുന്നില്ല. പൗഡറില്ല, ക്രീമില്ല, ഇല്ല. കാരണം ക്രീം പൊട്ട് പണ്ടേ ഇടില്ലായിരുന്നു. പൊട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല, ഇടാറില്ല. അപ്പോൾ അഡ്വാൻസ് കിട്ടാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അഡ്വാൻസ് ഇപ്പോൾ 1 ആണ് പറഞ്ഞിരിക്കുന്നത്, 1 lakh. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ അഹമ്മദാബാദല്ലേ ചെയ്യുന്നത്, അപ്പോൾ അവിടുത്തെ ഫുഡ് ഫെസ്റ്റിവൽ. അപ്പോൾ അതിന് കുറേ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോഗ്രാഫേഴ്സൊക്കെ പോയി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ കൺവെൻസ് ചാർജും, പിന്നെ അവിടുത്തെ ആൾക്കാരാണല്ലോ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. അവിടെയാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അവിടെയുള്ള ആൾക്കാരെ പബ്ലിസിറ്റി കൊടുക്കണമല്ലോ, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ പത്രത്തിലെ പ്രസ് റിലീസും അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ് മാത്രം കൊണ്ട് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. കാരണം ഇപ്പോൾ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ആണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ കിട്ടും. ഡൽഹിയിൽ അതും കൂടെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അത് രണ്ടിനും കൂടെ വേണ്ടിയാണ്. എമൗണ്ട് പറഞ്ഞത് ആക്ച്വലി ഞങ്ങൾ പറഞ്ഞ എമൗണ്ട് 5 lakhs ആണ്. പിന്നെ സാർ പറഞ്ഞു 5 ഒത്തിരി കൂടുതലല്ലേ, കുറച്ച് കുറയ്ക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി സാർ 4. കാരണം അത്രയും ചിലവ് വരും. നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെ അവിടുത്തെ ആൾക്കാർ, ഒരു മെയിൻ അഡ്മിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവർക്കൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കണം, എന്നാലേ അവിടുത്തെ ആൾക്കാരെ കൂടുതൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന ഹൈ എമൗണ്ടാണ്. അതും ഇത് വിലപേശി അവർക്കൊരു പേയ്മെൻറ്റ് നമ്മൾ ആദ്യമേ കൊടുക്കണം, എന്നാലേ അവർ ഇൻവോൾവ് ആവത്തുള്ളൂ. അങ്ങനെ കുറേ. പിന്നെ ഈ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി വീണ്ടും കാശ് മുടക്കണം ആദ്യമൊക്കെ. പിന്നെ നമ്മുടെ പേജിനൊക്കെ എല്ലാവരും നോക്കി തുടങ്ങുമ്പോഴത്തേക്കിനും പിന്നെ കുഴപ്പമില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ കാശ് മുടക്കമുണ്ട്, പിന്നെ ഒരു ന്യൂട്രലായിട്ട് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു അഡ്വാൻസ് ഒന്നെങ്കിലും കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറ് പറഞ്ഞു ചെക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ തരാം, പെട്ടെന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കാരണം കുറച്ച് ദിവസം കൂടെ അല്ലേ, അടുത്ത മാസം അവസാനമല്ലേ, 24. ഇനിയിപ്പോൾ 1 മാസം കറക്റ്റ് സമയം, അതിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യണം. മക്കള് മൂത്തയാൾ ഏത് സബ്ജക്റ്റാണ് പോകുന്നത്?
യെസ്. ആ മെഡിസിന് പോകാനാണ് താല്പര്യം. ഓ ശരി ശരി. ആ ഇവിടെ ട്രിവാൻഡ്രം തന്നെ അല്ലേ? ആ ഓ ശരി. അപ്പോൾ ചേച്ചി ആലുവയിലായിരുന്നോ? ആ വരും. അങ്ങനെയാണ്. ഇപ്പം ഇങ്ങോട്ട് ആയപ്പോൾ സമാധാനം. നോക്കുന്നുണ്ട്. വീട്ടുകാർ ഭയങ്കര ബഹളമാണ്. ബഹളമാണ്. ഞാൻ പറഞ്ഞു ഇപ്പം തൽക്കാലം വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. എങ്ങനെ? നാളെ രോഹിണി. അല്ലല്ല, ക്രിസ്ത്യനാ. ഏഞ്ചൽ. ഇല്ല. പിന്നെ അമ്മച്ചിയൊക്കെ ഭയങ്കര, എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ നാളും കാര്യങ്ങളൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവരാണ്. ആ എന്നാ അത് എൻ്റെ അപ്പച്ചനാണെങ്കിലും ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും ഗ്രാൻഡ് മദർ ആണെങ്കിലും അവിടെ വീട്ടിൽ ഒരാൾ ജനിക്കുമ്പം തന്നെ ടൈം വെച്ച് നോക്കി ഏത് നാളാന്ന് നോക്കി എഴുതി വെക്കും. റൂമിൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം. അവിടെ ഇരുന്ന് അത്യാവശ്യം കഴിക്കുന്നുണ്ട്. നമ്മളെ
മാറ്റാൻ പറഞ്ഞു. ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞു. അവർക്കെല്ലാം ചെയ്യാൻ പറ്റും മനസ്സിലാക്കി. ഞാൻ പഴയ സ്ഥലം കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ പുതിയത് വാങ്ങിക്കാൻ പറഞ്ഞേ. അപ്പോൾ വേണ്ട ഇതുകൊണ്ട് സാറോ സാറ് പറഞ്ഞായിരുന്നു. സാറ് വന്നതിന് ശേഷം ഒത്തിരി മാറ്റം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും വലിയ കാര്യം തോന്നുന്നില്ല. സ്റ്റാഫ് ഉണ്ടായിരുന്നു. സന്തോഷ് സാറിന് കൊടുക്കാം.
അമ്പലത്തിന് നമ്പർ വേണ്ട ഞാൻ ഐഡക്സ് ഞാൻ വിട്ടുപോയി കേട്ടോ. ന്യൂഡൽഹി നടക്കുന്നു. അത് ന്യൂഡൽഹി നടക്കുന്നു. ഇത് നടക്കുന്നു.
ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് എപ്പോഴായാലും സാധാരണ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏത് ഡിസ്ട്രിക്റ്റ് അവർ നല്ല സർവീസ് വരുന്നുണ്ട്. അത് ഈസിയോ അതുകൊണ്ടാണ് അടുത്ത ആൾ വരുമ്പോഴേക്കും ഇതുപോലെ അത് പോട്ടെന്ന് ഞാനതിനെ അവരെ അവതരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആളുകളുണ്ട്. അതേസമയം മുമ്പ് എല്ലാ മാർക്കറ്റിംഗ് വഴിയാണ് കിട്ടുന്നത്. എല്ലാ മാർക്കറ്റിംഗ് ടിക്കറ്റ് വരെ മാർക്കറ്റിംഗ്
ഹലോ ഓ ശരിയാക്കി ശരിയാണ് ഇങ്ങോട്ട് ക്യാമറ ഉണ്ടോ അതാ അപ്പൊ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടാ ശരി ശരി വരാം ഇതാ വരാം
അതെ ആ എൻ്റെ കയ്യിലില്ല. ഓക്കെ ഓക്കെ. ഫുൾ നെയിം എഴുതണം. താങ്ക് യു സർ. പോന്നെ ചേച്ചി പോന്നെ അല്ല മാഡം പോന്നെ. ആ കിട്ടി കിട്ടി. അവിടെ എത്ര റൂമുണ്ടെന്ന് നോക്കണം, എഴുതിയിടണം. പിന്നെ എത്ര റൂമുണ്ടെന്ന് എഴുതണം, ടോട്ടൽ എത്ര റൂമാണ്. പിന്നെ കോർപ്പറേഷൻ്റെ ടാക്സിൻ്റെ ഒരു കോപ്പി, KSEB ഒരു മാസം എത്ര രൂപയാകുമെന്ന്. KSEB ഒരു മാസം എത്ര രൂപയാകുമെന്ന് നോക്കണം. അവിടെ എത്ര ഷോപ്പ് ഉണ്ടെന്നും, അവിടെ ആ ഷോപ്പിന് എത്ര റെന്റ് ഉണ്ടെന്നും, റെന്റ് കിട്ടുമെന്നും, പിന്നെ അവിടുത്തെ അഡ്വാൻസ്, ആ ഷോപ്പിലേക്ക് അഡ്വാൻസ് എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നും ഉള്ള കാര്യം.